ശ്രീ മോഹൻ വർഗീസ്, ഇന്ന് വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത മസൂദ് അസറിന്റെ സഹോദരൻ തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നു, റൌഫ് അസർ തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ, ബഹാവൽപൂരിൽ നടത്തിയ ആക്രമണത്തിൽ ഈ ഭീകരൻ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് HVT ആണ്, ഹൈ വാല്യൂ ടാർഗറ്റ് ആണ്. ഇന്ത്യയിൽ നടന്ന നിരവധി ഭീകരാക്രമണങ്ങളുടെ കാണ്ഡഹാർ, വിമാന റാഞ്ചൽ തുടങ്ങി പാർലമെന്റ് ആക്രമണം വരെ കൊടും ക്രൂരകൃത്യങ്ങളുടെ അധ്യക്ഷ സ്ഥാനത്തുണ്ടായിരുന്ന ആളാണ്. അതുപോലെ തന്നെ ഹഫീസ് അബ്ദുൽ മാലിക് മുരീദ് കയിൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇന്നലെ തന്നെ വാർത്തകളുണ്ടായിരുന്നു. ഇന്ത്യ ഒഫീഷ്യലായി ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും പാകിസ്ഥാനിൽ നിന്ന് വരുന്ന വാർത്തകൾ ഇതിനെ ശരിവെക്കുന്നതാണ്. അങ്ങനെ സംഭവിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മുൻകാലങ്ങളിലും ഇന്ത്യ ആക്രമണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഇത്ര ലക്ഷ്യവേദിയായി വളരെ കൃത്യമായി ഭീകരതയുടെ തലയ്ക്ക് നേർക്ക് ഉള്ള ഒരു ആക്രമണം എന്നുള്ള നിലയിൽ ഈ ആക്രമണം മാറി എന്ന് തോന്നുന്നു. അത്രയും ടാർഗറ്റഡ് ആണ്, അത്രയും പ്രിസിഷനോടുകൂടി ഭീകരവാദത്തെ ഒരു പാഠം പഠിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള നിലയിൽ ഈ പറഞ്ഞ കില്ലിങ്സ് ഒക്കെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടുമ്പോൾ നമ്മൾ അങ്ങനെ വിലയിരുത്തേണ്ടി വരുമോ? അങ്ങനെ തന്നെയാണ് വിലയിരുത്തേണ്ടത് ശ്രീ അഭിലാഷ്. നമ്മുടെ ടാർഗറ്റുകൾ വളരെ കൃത്യമാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വിരോധം എന്നതല്ലാതെ കൃത്യമായ ടാർഗറ്റുകളില്ല. അതേസമയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ 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 ഫോക്കസ്ഡായ ഒരു ഹിറ്റ് ലിസ്റ്റ് ഉണ്ട്. ആ ഹിറ്റ് ലിസ്റ്റിൽ ഇന്ത്യ തേടിക്കൊണ്ടിരിക്കുന്ന ഭീകരരുടെ ഒരു ഹൈറാർക്കി ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ ഉന്നത സ്ഥാനീയരായ 2 പേരാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ കൺഫേംഡായി എലിമിനേറ്റ് ചെയ്തത്. അതിലൊന്ന് ലഷ്കർ ഇ തോയ്ബയുടെ പിന്നെ ജയ്ഷെ മുഹമ്മദിൻ്റെ കമാൻഡ് ഏറ്റവും സുപ്രീമോ എന്ന് പറയുന്ന മസൂദ് അസർ, മൗലാന മസൂദ് അസറിൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ. അദ്ദേഹമാണല്ലോ മസൂദ് അസറിനെ കാണ്ഡഹാർ റാഞ്ചൽ, അതായത് ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നേപ്പാളിൽ നിന്നും ഇന്ത്യൻ എയർലൈൻസിൻ്റെ വിമാനം അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിലേക്ക് കൊണ്ടുവന്നിറക്കിയ പാക് ഭീകരന്മാർക്ക് ഒത്താശ ചെയ്തു കൊടുത്ത അതിൻ്റെ പിന്നിലെ സൂത്രധാരൻ ഇത് ഈ ആളിൻ്റെ ബ്രദർ തന്നെയാണ്. അപ്പം അദ്ദേഹം അവിടെ കാലയവരിക്കുള്ളിൽ മറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, റൌഫ് അസർ. അപ്പം റൌഫിൻ്റെ ഒരു മരണം ഇന്നലെ അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലായിരുന്നു. മസൂദ് അസറിൻ്റെ കുറേ റിലേറ്റീവ്സ്, പിന്നെ ഭാര്യ സഹോദരനും സഹോദരൻ്റെ ഭാര്യയും മക്കളും അതുപോലെ അനന്തരവന്മാരും, അങ്ങനെ കുടുംബത്തിലെ 10-14 പേര് മരിച്ചു എന്നല്ലാതെ, 10 പേരും 4 പിന്തുണക്കാരും മരിച്ചു എന്നതല്ലാതെ, കൊല്ലപ്പെട്ടു എന്നതിൽ കവിഞ്ഞ് ഈ റൌഫിൻ്റെ മരണം സ്ഥിരീകരിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനുള്ള സ്ഥിരീകരണമായി 3-4 മണിക്കൂറിന് മുമ്പ്. അതുമാത്രമല്ല, മൗലാന മസൂദ് അസർ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങളൊന്നും കണ്ടതുമില്ല. അതുകൊണ്ട് മസൂർ അസദ് ഉൾപ്പെടെ ഉള്ള ആളുകളെ ഒന്നുകിൽ വളരെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിനും ഒരു പക്ഷേ എന്തെങ്കിലും ഒരു രീതിയിൽ അത്യാഹിതം സംഭവിച്ചിരിക്കാൻ സാധ്യത പൂർണ്ണമായി ഈ ഘട്ടത്തിൽ തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് പറഞ്ഞു വരുന്നത്, പാകിസ്ഥാൻ, ഇന്ത്യ തേടിക്കൊണ്ടിരുന്ന പാകിസ്ഥാനിലെ ഭീകരരെ ഒന്നൊന്നായി ഒന്നുകിൽ പാകിസ്ഥാനുള്ളിൽ കടന്നു കയറി യുദ്ധസമയത്തല്ല, ഓരോന്നോരോന്നായി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർ വധിക്കപ്പെടുകയാണ്. ഇന്ത്യയെ അനുകൂലിക്കുന്ന സംഘങ്ങളാവാം, പാകിസ്ഥാനിലെ തന്നെ റൈവൽ ഗ്രൂപ്പുകളാകാം. അങ്ങനെ 10-ലധികം പേരാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഉന്നത നേതാക്കൾ ലഷ്കർ ഇ തോയ്ബയുടെയും ഹിസ്ബുൾ മുജാഹിദീൻ്റെയും അതുപോലെ ജയ്ഷെ മുഹമ്മദിൻ്റെയും എല്ലാം നേതാക്കൾ കൊല്ലപ്പെടുകയാണ്. ഇപ്പോഴിതാ നേരിട്ടുള്ള ഇന്ത്യൻ ആക്രമണത്തിൽ അവരെ തെരഞ്ഞു പിടിച്ച് കൊല്ലുകയാണ്. അതാണ് നമ്മൾക്ക് നമ്മുടെ പ്രയോറിറ്റീസിനെ കുറിച്ച് കൃത്യമായ ലക്ഷ്യമുണ്ട്. പാകിസ്ഥാന് പ്രയോറിറ്റീസിനെ കുറിച്ച് ലക്ഷ്യമില്ല. ഏതെങ്കിലും ഒരു ടാർഗറ്റ് എവിടെയെങ്കിലും നാശം വിതയ്ക്കണം, ഇന്ത്യക്ക് വേദനിക്കുന്ന രീതിയിൽ ഇന്ത്യയുടെ സിവിലിയൻസിന് നേരെ ടാർഗറ്റ് ചെയ്യണം. ഇതാണ് പാകിസ്ഥാൻ്റെ ഒരു ഡൈനമിക്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഡൈനമിക്സ് വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന, കഴിഞ്ഞ 24 മണിക്കൂറിൽ ഇന്ത്യ അഡോപ്റ്റ് ചെയ്ത് കണ്ട മിലിറ്ററി ഒരു പോളിസി എന്ന് പറയുന്നത് കൃത്യമായ ടിറ്റ് ഫോർ ടാറ്റ് ആണ്. മെഷേർഡ് റെസ്പോൺസ്. ഇന്ത്യക്ക് നേരെ വരുന്ന ആക്രമണത്തിൻ്റെ ഏതാണ്ട് അതേ തോതിൽ തന്നെയുള്ള മറു ആക്രമണത്തിലൂടെ പാകിസ്ഥാനെ ചെക്ക്മേറ്റ് ചെയ്യുന്ന ഒരു ഘട്ടമാണ്. ഒരുപക്ഷെ ഓപ്പറേഷൻ 2ാം ഘട്ടം, അതായത് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ 2.0 എന്നത് ഇപ്പോൾ ഔപചാരികമല്ല എങ്കിൽ പോലും അത് തുടങ്ങിക്കഴിഞ്ഞു എന്നതാണ്. കാരണം രാജ്നാഥ് സിംഗ് പറയുകയും ചെയ്തെന്ന് പകല് ഈ ഓപ്പറേഷൻ സിന്ധൂർ 2ാം ഘട്ടം ഒരുപക്ഷെ തുടങ്ങിയേക്കാം. 1ാം ഘട്ടം കൊണ്ട് അവസാനിക്കുന്ന ഒരു ഓപ്പറേഷനല്ല, നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷനാണ്. ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ശ്രീ അഭിലാഷ്.
ഇവിടെ ഓരോ ദിവസവും അല്ലെങ്കിൽ നിരന്തരമായി പാകിസ്ഥാനിൽ കടന്നു കയറി നമുക്ക് ആക്രമണം നടത്താനാവില്ല. ശാശ്വതമായ പരിഹാരങ്ങളാണ് ആവശ്യം. ഇപ്പോഴിതാ ഒരു ഏതാണ്ട് ഡിഫാക്റ്റോ ഒരു വാറിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഇവിടെ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് വളരെ കൃത്യമാണ്. നമ്മുടെ മിലിറ്ററിയെ സംബന്ധിച്ചിടത്തോളം ക്ലാരിറ്റി ഉണ്ട്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് കൃത്യമായ ആശയമുണ്ട്. എന്നാൽ നമ്മുടെ അടിവേരിളക്കുക, ഭീകരതയുടെ അടിവേരിളക്കുക എന്ന നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുന്നത് തെറ്റില്ല എന്നൊരു ചിന്ത ഒരുപക്ഷെ പൊളിറ്റിക്കൽ സെറ്റപ്പിലുണ്ട്. അതുകൊണ്ടായിരിക്കണം ഈ സെക്കൻഡ് ആൻഡ് തേർഡ് വേവിലേക്ക് നീങ്ങാൻ സാധ്യത.